ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചിക്കൻ പാറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ചിക്കൻ ബർഗറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാൻ 2-3 ദിവസമായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂറിൻ്റെ. പക്ഷേ ചെറിയൊരു പ്രോബ്ലം കൊണ്ട് അതെന്തൊക്കെയോ ഒരു പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് അത് എന്തായാലും ചെയ്യാം കേട്ടോ. കാരണം അതിൽ ചിലർക്ക് തമ്പനയിൽ കാണുന്നില്ല, ചിലർക്ക് അങ്ങനെ വരുന്ന എന്തൊക്കെയോ ഒരു പ്രോബ്ലം. ഞാൻ നോക്കട്ടെ, എനിക്ക് പിന്നെയും രണ്ടാമതും അതൊക്കെ ചെയ്തിട്ട് വേണം ഇനി ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനത് പിന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ ബർഗർ ഉണ്ടാക്കാൻ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3-4 വലിയ പീസ് തന്നെ ബ്രസ്റ്റ് പീസില്ലേ, എല്ലില്ലാത്ത, അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 കിലോനൊക്കെ ഉണ്ടാവും. അതിലോട്ട് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 5-6-7-8 അല്ലിയൊക്കെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് സോയാ സോസ്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബർഗറിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനൊരു 5-6 ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ചായിട്ട് ഇട്ടിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയില്ലേ, അത് മാറിയിട്ട് കുറച്ച് നല്ല നമ്മൾ ഇതൊക്കെ ചെയ്യൂലേ, നമ്മുടെ കട്ട്ലേറ്റൊക്കെ, അപ്പോൾ അതുപോലെയൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റണം. ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇതിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക. എന്നിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഞാൻ 4 ബർഗറാട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ല വലിയ ബർഗറിൻ്റെ ബന്നിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ മുഴുവനും 4 പോർഷനാക്കിയിട്ട് 4 ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ്, കുറച്ച് തടിങ്ങനെ വേണമല്ലോ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വലിയ ബോൾസ് തന്നെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിക്കന് 4 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 4 ബർഗറല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബർഗർ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു മെത്തേഡിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പാറ്റീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യേണ്ടത്. അതിലോട്ട് അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഓരോ പാറ്റീസായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വെറും നമ്മൾ വേവിച്ചിട്ടൊന്നും ഇല്ലല്ലോ ചിക്കന്. അപ്പോൾ ഈ ചിക്കനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. പക്ഷെ നല്ല വേഗം വേവും കേട്ടോ. കാരണം നമ്മൾ അരച്ചിട്ട് ചേർക്കുന്നില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തോളും. പക്ഷേ കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ നിന്ന് നന്നായിട്ട് തന്നെ കുക്കായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് ഈ ബർഗർ ബന്നൊക്കെ ഇതുപോലെ 2 ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പാറ്റീസൊക്കെ അവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള സോസ് റെഡിയാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം മയണൈസ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നിറച്ച് തന്നെ എടുക്കുക. നിങ്ങൾ എത്രയാണോ ബർഗറിൻ്റെ ബന്നും ബർഗർ ഉണ്ടാക്കാൻ നോക്കുന്നത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നുമില്ല. ചിലവർക്ക് കൂടുതൽ സോസ് വേണ്ടി വരും, ചിലവർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് ടൊമാറ്റോ സോസും അതുപോലെ 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ നിറച്ച് തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചില്ലി ഫ്ലേക്സ് അങ്ങനെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബർഗറിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്ന മെയിൻ സംഭവം. ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള, തക്കാളി, അതുപോലെ കുറച്ച് കുക്കുംബർ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തോ. പക്ഷേ ഇതൊക്കെയാവും കുറച്ചുകൂടി ടേസ്റ്റ്. ഇത്ര മാത്രം മതി, കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബന്നില്ലേ കട്ട് ചെയ്ത് വെച്ച് അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കൂടുതലങ്ങനെ ഇതാക്കി എടുക്കണ്ട, എന്നാലും ബട്ടറിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല എന്താ പറയുക ഫ്ലേവർ ആവട്ടെ ബട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
ഇനി ഇത് എല്ലാ ബന്നും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബർഗറിൽ വെക്കുന്ന ആ ഒരു ലീഫും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ലെറ്റ്യൂസ് അല്ല, പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് ബർഗറിൽ ഈ ഒരു ലീഫ്. അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാറ്റിലും ഫസ്റ്റ് തന്നെ സോസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ഞാൻ പിന്നെ ഓരോന്നിലാക്കി പോയത് കൊണ്ടാണ്. ഇതിലോട്ട് ചീസും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ചീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബന്നിലും കുറച്ച് ചെറുതായി പോയി. അതേ കറക്റ്റ് സൈസ് നോക്കിയിട്ട് ചെയ്താൽ മതിയേനു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ ഓണിയൻ വെച്ച് കൊടുക്കുക, സവാള വെച്ച് കൊടുക്കുക. വളരെ തിന്നായിട്ട് വേണം കേട്ടോ ഇതൊക്കെ അരിയാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയിലാകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാണ്ടാവും. ഞാൻ നല്ല നേരിയ അത്രയും തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുക്കുംബർ വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി വെച്ച് കൊടുക്കുക. ഇത്രയും തന്നെ ആകുമ്പോൾ നല്ല ഹെവി ആയിരിക്കും കേട്ടോ. കാരണം ഒന്ന് തന്നെ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല, അത്രയും വേറെ ഫില്ലാവും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടാ. കുട്ടികൾക്ക് അത്രയും ഇഷ്ടമാവും. ഇത് തീരുന്ന വഴി അറിയില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഇനി നമുക്ക് ബന്നിൻ്റെ മറ്റൊരു ഭാഗം കൂടി എടുത്തിട്ട് ഈ ഒരു സോസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ സോസ് ഇഷ്ടം, ഈ ഒരു മയണൈസ് ഇഷ്ടം, അത് നിങ്ങൾ ചേർത്ത് കൊടുത്തോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു മയണൈസാണ് കേട്ടോ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് പോലെയുള്ള എന്തെങ്കിലും പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുത്തി കൊടുത്താൽ അത് ഇളകി പോകുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ചീസുള്ളതുകൊണ്ട് അതങ്ങനെ അവിടെ ഒട്ടി നിൽക്കും. എന്നാലും അങ്ങനെ ഒന്ന് ഇളകി പോകുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് പോലത്തെ കുത്തി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും ഇളകി പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലില്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാനിൽ വെച്ചൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ എയർ ഫ്രയറിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചൂടാക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാനിൽ കാണിച്ചു തരുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാണ്ട്. ഒന്ന് ചൂടാക്കി എടുത്താൽ ആ ചീസൊക്കെ മെൽട്ടായിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ബന്നി ചൂടാക്കിയതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്നും ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.